ശീർഷകം നിശ്ശബ്ദതയ്ക്കപ്പുറം. ചില ബന്ധങ്ങൾ ശബ്ദത്തോടെ തുടങ്ങില്ല, അവ നിശ്ശബ്ദതയിൽ വളരും. അധ്യായം 1. അയൽവാസികൾ. തിരുവനന്തപുരം നഗരത്തിലെ ഒരപ്പാർട്ട്മെന്റ്. ദേവൻ, 45 വയസ്സ്, ആർക്കിടെക്ട്. ഭാര്യയെ 5 വർഷം മുൻപ് നഷ്ടപ്പെട്ടു. ജീവിതമിപ്പോൾ പതിവുമാത്രം. രാവിലെ ജോലി, വൈകുന്നേരം ശൂന്യമായ വീട്. ഒരു ദിവസം അടുത്ത ഫ്ളാറ്റിലേക്ക് പുതിയ താമസക്കാരി വന്നു. മാധവി, സ്കൂൾ പ്രിൻസിപ്പൽ, വിവാഹമോചിത. ഒരു മകൾ ഹോസ്റ്റലിൽ പഠിക്കുന്നു. ആദ്യ പരിചയം ലിഫ്റ്റിൽ. ഹായ് ഹായ്, അതിലധികം ഒന്നുമില്ല. അധ്യായം 2. ചെറു സംഭാഷണങ്ങൾ. ഒരു വൈകുന്നേരം വൈദ്യുതി പോയി. കോറിഡോറിൽ ഇരുവരും നിന്നു. മാധവി ചോദിച്ചു, നിശ്ശബ്ദത നിങ്ങളെ പേടിപ്പിക്കുമോ? ദേവൻ മറുപടി നൽകി, അതെന്നെ ശീലിപ്പിച്ചു. അവൾ ചിരിച്ചു. എനിക്കതിന്നും പുതിയത്. ആ രാത്രി അവർ ഏറെ സംസാരിച്ചു. ജീവിതത്തെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച്, വീണ്ടും തുടങ്ങാനുള്ള പേടിയെക്കുറിച്ച്. അധ്യായം 3. പറയാത്ത ആകർഷണം. ദിവസങ്ങൾ കടന്നു. കഫീകപ്പുകൾ കൈമാറി. ചെറിയ സന്ദേശങ്ങൾ. ഒരാളുടെ വാതിൽ തട്ടാതെ മറ്റൊരാൾ മനസ്സിലാക്കുന്ന ബന്ധം. ഒരു ദിവസം മാധവി ചോദിച്ചു, നമ്മൾ ഈ വയസ്സിൽ പ്രണയം വിശ്വസിക്കാമോ? ദേവൻ ശാന്തമായി പറഞ്ഞു, പ്രണയം വയസ്സിനെ ചോദിക്കില്ല, പക്ഷെ നാം ചോദിക്കും. അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം. അധ്യായം 4. സമൂഹത്തിന്റെ നിഴൽ. അപ്പാർട്ട്മെന്റിൽ ഗോസിപ്പുകൾ തുടങ്ങി. ഈ പ്രായത്തിൽ മക്കൾ എന്തു പറയും? മാധവി പിന്നോട്ടു മാറി. നമ്മളിത് നിർത്താം, അവൾ പറഞ്ഞു. ദേവൻ ചോദിച്ചു, നിനക്കെന്താണ് ഭയം? അവൾ പതുക്കെ പറഞ്ഞു, വീണ്ടും നഷ്ടപ്പെടാൻ. അധ്യായം 5. തിരഞ്ഞെടുപ്പ്. ഒരു മഴയുള്ള രാത്രി. മാധവി ദേവന്റെ വാതിൽ തട്ടുന്നു. ജീവിതം രണ്ടാമതൊരവസരം കൊടുക്കുമ്പോൾ അതിനെ തള്ളിക്കളയുന്നത് നമ്മളോട് ചെയ്യുന്ന അന്യായമാണ്. ദേവൻ അടുത്തേക്ക് നടന്നു. ഇതാവേശമല്ല, ഇത് ബോധപൂർവമായ തിരഞ്ഞെടുപ്പ്. അവൾ കൈ നീട്ടി. അപ്പോൾ നമുക്ക് ഭയത്തോടെയല്ല, ബഹുമാനത്തോടെ സ്നേഹിക്കാം. അവസാന ഭാഗം. ഈ പ്രണയം കൈകോർത്തോടിയില്ല. അത് പതുക്കെ നടന്നു. ഓരോ പടിയിലും മനസ്സിലാക്കൽ. അവർ പരസ്പരം പൂർണ്ണമാക്കാൻ ശ്രമിച്ചില്ല, പക്ഷെ പരസ്പരം സ്വീകരിച്ചു. നിശ്ശബ്ദതയ്ക്കപ്പുറം ഒരു ശബ്ദമുണ്ട്. പഴയ റെയിൽവേ സ്റ്റേഷനിലെ 3-ാം പ്ലാറ്റ്ഫോമിന് സമീപം ഒരു ബെഞ്ചുണ്ടായിരുന്നു. അവിടെ എല്ലാ വൈകുന്നേരവും ഒരു വൃദ്ധൻ വന്നിരിക്കും. അവന്റെ പേര് ശങ്കരൻ. കയ്യിൽ ഒരു ചെറിയ റേഡിയോ, പോക്കറ്റിൽ പഴയൊരു ടിക്കറ്റ്, കണ്ണുകളിൽ ഒരിക്കലും തീരാത്ത കാത്തിരിപ്പ്. സ്റ്റേഷൻ ജീവനക്കാർക്ക് അവനെ എല്ലാവർക്കും പരിചയമായിരുന്നു. ഇന്നും ആരെങ്കിലും കാത്തിരിപ്പാണോ? ഒരിക്കൽ ചായക്കാരൻ ചോദിച്ചു. ശങ്കരൻ ചിരിച്ചു. എന്റെ മകനെ. വർഷങ്ങൾ മുൻപ് ശങ്കരന്റെ മകൻ അനൂപ് നഗരത്തിലേക്കു പോയി. ജോലി, സ്വപ്നങ്ങൾ, ജീവിതം. ഒരു ദിവസം തിരിച്ചുവരാമച്ഛാ. പോയപ്പോൾ പറഞ്ഞ വാക്കുകൾ ശങ്കരൻ ഇന്നും കേൾക്കും. ആദ്യ വർഷങ്ങളിൽ കത്തുകൾ വന്നിരുന്നു. പിന്നീട് ഫോൺ കോളുകൾ. അതിനുശേഷം നിശബ്ദത. എന്നിട്ടും ശങ്കരൻ ഓരോ ദിവസവും അതേ ട്രെയിൻ സമയം നോക്കും, അതേ ബെഞ്ചിലിരിക്കും. ഇന്നാകാം, അവൻ മനസ്സിൽ പറയും. മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ബെഞ്ച് നനയും. എങ്കിലും ശങ്കരൻ എഴുന്നേൽക്കില്ല. അവൻ വരുമ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ അവന്റെ ഭയം അതായിരുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടി അവന്റെ അടുത്തിരുന്നു. മുത്തച്ഛ, എന്തിനാണ് ദിവസവും ഇവിടെ? ശങ്കരൻ റേഡിയോ ഓഫ് ചെയ്തു. പഴയ ടിക്കറ്റ് കാണിച്ചു. ഇത് അവൻ പോയ ദിവസത്തെ ടിക്കറ്റാണ്. അന്നു മുതൽ ഞാനിവിടെ കാത്തിരിക്കുന്നു. പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് രാത്രി സ്റ്റേഷനിലൊരു ട്രെയിൻ എത്തി. വളരെ വർഷങ്ങൾക്ക് ശേഷം അനൂപ് അതിൽ നിന്നിറങ്ങി. കണ്ണുകൾ തിരഞ്ഞു. ബെഞ്ച്, അതേ സ്ഥലം. ശങ്കരൻ അവിടെയില്ല. ഹൃദയം വിറച്ചു. അനൂപ് ഓടി. സ്റ്റേഷന്റെ പുറകിൽ ഒരു ചെറിയ മുറി. അവിടെ ശങ്കരൻ കിടക്കുന്നു, അവസാന ശ്വാസത്തിൽ. കയ്യിൽ അതേ പഴയ ടിക്കറ്റ്. അനൂപ കൈ പിടിച്ചു.
അച്ഛാ, ഞാൻ വന്നു. ശങ്കരന്റെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി. ചില കാത്തിരിപ്പുകൾ കണ്ടുമുട്ടലിനല്ല, വാഗ്ദാനം പാലിച്ചതിന്റെ ശാന്തിക്കാണ്. പാഠം: നമ്മളെ കാത്തിരിക്കുന്നവരുടെ സമയം ഒരിക്കലും ചെറുതായി കാണരുത്. കാരണം ചിലർ ജീവിതം മുഴുവൻ ഒരു നിമിഷത്തിനായി കാത്തിരിക്കും.